അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1260, സൂറത്തുൽ അംഫാൽ 30 മുതൽ 32 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا قَالُوا قَدْ سَمِعْنَا لَوْ نَشَاءُ لَقُلْنَا مِثْلَ هَذَا إِنْ هَذَا إِلَّا أَسَاطِيرُ الْأَوَّلِينَ. وَإِذْ قَالُوا اللَّهُمَّ إِنْ كَانَ هَذَا هُوَ الْحَقَّ مِنْ عِنْدِكَ فَأَمْطِرْ عَلَيْنَا حِجَارَةً مِنَ السَّمَاءِ أَوْ ائْتِنَا بِعَذَابٍ أَلِيمٍ. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا. തങ്ങളെ സംബന്ധിച്ച് സത്യനിഷേധികൾ കുതന്ത്രങ്ങൾ മെനഞ്ഞ സന്ദർഭം ഓർക്കുക. ലിയുസ്ബിതൂക, തങ്ങളവർ വീട്ടിൽ പൂട്ടിയിടാൻ, ഔ യഖ്തുലൂക, അല്ലെങ്കിൽ തങ്ങളെ കൊന്നുകളയാൻ, ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ അവര് ഗൂഢാലോചന നടത്തി കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു. വയംകുറൂന, അവർ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. വയംകുറുല്ലാഹ്, അവരുടെ കുതന്ത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായത് അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർക്ക് ഏറ്റവും നന്നായ പ്രതിഫലം നൽകുന്നവനാവുന്നു അല്ലാഹു. വഇദാ തുത്ലാ അലൈഹിം ആയാതുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേലിൽ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ഖാലു, അവർ പറയും, ഖദ് സമിഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു നിങ്ങൾ ഓതിയത്. ലൗ നശാഉ, ഞങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലഖുൽനാ മിസ്ല ഹാദാ, ഇതുപോലുള്ളത് ഞങ്ങൾക്കും പറയാൻ സാധിക്കും. ഇൻ ഹാദാ ഇല്ലാ അസാത്തീറുൽ അവ്വലീൻ, ഇത് ആദ്യകാലക്കാരുടെ കെട്ടുകഥകളല്ലാതെ മറ്റൊന്നുമല്ല, പഴങ്കഥകൾ മാത്രമാകുന്നു എന്ന്. വഇദ് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം ഓർക്കുക. അല്ലാഹുമ്മ, പടച്ചവനെ, ഇൻകാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക, ഈ ഖുർആൻ നിന്റെ വക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ ഫംതിർ അലൈന, ഞങ്ങളുടെ മേലിൽ നീ വർഷിപ്പിക്കണമേ. ഹിജാറത്തൻ മിനസ്സമായി, ആകാശത്തുനിന്ന് കല്ല് വർഷിപ്പിക്കണമേ, കല്ലുമഴ പെയ്യിപ്പിച്ച് ഞങ്ങൾ നശിപ്പിക്കണമേ എന്നർത്ഥം. ഇഅ്തിനാബി അദാബിൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷകൾ ഞങ്ങൾക്ക് നീ കൊണ്ടുവന്നു തരണമേ എന്നവർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖുർആൻ കഴിഞ്ഞ സൂക്തങ്ങളിൽ വിശ്വാസികൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നുവല്ലോ. ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്തു കൊടുത്ത പ്രത്യേക അനുഗ്രഹത്തെ ഓർമ്മിപ്പിക്കുകയും ആ അനുഗ്രഹത്തിന്റെ ഭാഗമായി നബിതങ്ങളെ കുടുക്കാൻ ശ്രമിച്ച, പാരവെക്കാൻ ശ്രമിച്ച ശത്രുക്കൾക്കുള്ള കടുത്ത പകരം, അതിന്റെ പ്രതിരോധം അല്ലാഹു സുബ്ഹാനഹു വ തആല തീർത്തതുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ സത്യത്തോടുള്ള കടുത്ത വിമർശനവും അതേപോലെ കടുത്ത മാത്സര്യബുദ്ധിയും, ഒരു കണ്ണും കാതുമില്ലാത്ത, ഒരു ലോജിക്കുമില്ലാത്ത വിധത്തിൽ സത്യം സ്വീകരിക്കില്ലെന്ന ദുർവാശിയുടെ ആൾരൂപങ്ങളായി മാറിയതിന്റെ സംഭവവുമാണ് ഈ 3 സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. ഒന്നാമതായി, വൈദി യംകുറു ബിക്കല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ തങ്ങളെ സംബന്ധിച്ച് കുതന്ത്രങ്ങൾ മെനഞ്ഞ സമയം ഓർക്കുക. എന്താണ് പറയുന്നത്? അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകത്വ പ്രഖ്യാപനത്തോടുകൂടെ തന്നെ ശത്രുവായി കാണുകയും ആകാവുന്ന എല്ലാ അക്രമ പ്രവർത്തനങ്ങളും അവർ നടത്തുകയും ചെയ്തുവെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും തന്റെ ദഅവത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും പ്രബോധന മേഖലയിൽ യാതൊരു വിധത്തിലുള്ള ചാഞ്ചല്യവുമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തു. ഓരോ ദിവസവും ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു.
അതിന്റെ ഭാഗമായി പുറം രാജ്യങ്ങളിൽ നിന്ന് മക്കയിൽ തവാഫിനും ഉംറക്കുമൊക്കെ വരുന്ന ആളുകളെ നബി തങ്ങൾ സമീപിക്കും. ഹജ്ജിന് വരുന്ന ആളുകളെ റസൂലുള്ളാഹി സമീപിക്കും. അവരോടൊക്കെ ഇസ്ലാമിന്റെ മഹിതമായ സന്ദേശം കൈമാറും. അവരിൽ ചിലരുടെ മനസ്സിലേക്ക് അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം ഇട്ടുകൊടുക്കും. അങ്ങനെ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയവർ അവരവരുടെ നാടുകളിൽ ചെന്നാൽ അവിടെയും അവർ ഈ കൃത്യമായിട്ടുള്ള പ്രബോധനം അവർ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ പ്രബോധനം നടത്തിക്കൊണ്ട് ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ ഭാഗമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് വന്ന ആളുകളുടെ ഇടയിൽ നബി തങ്ങൾ പ്രബോധനം നടത്തുകയും അവർക്ക് നേരത്തെ തന്നെ മദീനയിലുള്ള ജൂതന്മാർ ഒരു പ്രവാചകൻ വരാനിരിക്കുന്ന കാലമാണിത് എന്ന് പറഞ്ഞ അറിവുള്ളതുകൊണ്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. മാത്രവുമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരിടക്കിടക്ക് ജൂതന്മാരും അതേപോലെ തന്നെ മുശ്രിക്കുകളായിട്ടുള്ള ഔസ് ഖസറജ് അറബികളും, അതാണ് ഇപ്പോൾ മദീനയിൽ താമസിക്കുന്ന ആൾക്കാർ. ആ മദീനയിൽ താമസിക്കുന്ന ജൂതന്മാർ ഇവരായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ഇടഞ്ഞാൽ, ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ക്ലാഷ് ഉണ്ടായാൽ അപ്പൊ പറയും, ഞങ്ങൾ വേദമുള്ളവരാണ്, ഇനി വേദമുള്ള ഒരു പ്രവാചകൻ കൂടി വരേണ്ട കാലമായിരിക്കുന്നു. ആ പ്രവാചകൻ കൂടി വന്നാൽ അവരും ഞങ്ങളും ഒന്നിച്ചൊരു സംഘമായി നിങ്ങളെ നേരിടും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയെ ചൂണ്ടി ഈ മദീനക്കാരായ ഔസ് ഖസറജ് ഗോത്രക്കാരെ ഇവർ ഭീഷണിപ്പെടുത്താറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പൊ ആ ഭീഷണി അവർക്ക് ഓർമ്മ വന്നു. അവസാന കാലത്ത് വരുമെന്ന പ്രവാചകർ ഇത് തന്നെയാണ് എങ്കിൽ മദീനത്ത് നമ്മളെ ഭീഷണിപ്പെടുത്താനുള്ള ജൂതന്മാർ ഈ പ്രവാചകരുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പ്രവാചകരുടെ കൂടെ കൂടാം. അങ്ങനെ അവരും ഇവരും ഒരു കമ്പനിയായി നമ്മളെ എതിർക്കുക എന്ന അവസ്ഥ നമുക്ക് പൊളിക്കാം എന്നാണ് ആദ്യമായി അവർ ചിന്തിക്കുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. ഈമാനിന്റെ രസവും അതിന്റെ സന്തോഷവും ഒക്കെ മനസ്സിലേക്ക് ആവാഹിക്കാൻ സാധിച്ചപ്പോ പിന്നീട് അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. അവർ നാട്ടിലെത്തി ദീനിന്റെ പ്രബോധനം നടത്തി. പിറ്റത്തെ വർഷം ഹജ്ജിന് അവർ വന്നു. കൂട്ടത്തിൽ കുറച്ച് വിശ്വാസികളായി വേറെയും ആളുകളെ കൂട്ടി. മൂന്നാമത്തെ വർഷം ഹജ്ജിന്റെ സമയമാകുമ്പോൾ ഒരുപാട് വിശ്വാസികളായ ആളുകൾ മദീനയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഈ രണ്ടാം വർഷം വന്നപ്പോൾ തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ജനങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അതൊക്കെ അവർക്ക് മനസ്സിലായിരുന്നു. ആ മനസ്സിലായതുകൊണ്ട് അവർ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, സ്വന്തം ജനിച്ചു വളർന്ന നാടിൽ ഇത്രയും അസ്വസ്ഥതയോടുകൂടെ കഴിയേണ്ട ഒരു അവസ്ഥയൊന്നും തങ്ങൾക്കില്ല. തങ്ങൾ ഞങ്ങളെ മദീനയിലേക്ക് വരൂ, പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കോളാം, തങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, കൂടെ വരുന്നവരെ ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നവർ പറഞ്ഞു. എന്നുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അനുകൂലമായി പ്രതികരിച്ചില്ല. മറിച്ച് രണ്ടാമത്തെ വർഷം ഹജ്ജ് കഴിഞ്ഞവർ പോകുമ്പോൾ മദീനയിൽ കൂടി ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കാൻ മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ സരസമായി സംസാരിക്കുന്ന ചുരുങ്ങിയ വാക്കുകളിൽ ആശയപ്രപഞ്ചം സൃഷ്ടിക്കാൻ കഴിവുള്ള പ്രഭാഷകനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ആ നബി തങ്ങൾ മദീനയിലേക്ക് അവരുടെ കൂടെ പറഞ്ഞയച്ചു. അങ്ങനെ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ സ്പോൺസർഷിപ്പിൽ മദീനയിൽ ഇറങ്ങിയ മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മദീനയിൽ മക്കയിൽ നിന്നൊരാൾ വന്നിട്ടുണ്ടെന്നും ഒരു പുതിയ മതത്തിന്റെ പ്രചരണം നടത്തുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ പ്രവർത്തനം നടത്താൻ വിടാൻ പാടില്ല എന്നുമൊക്കെയുള്ള ചിന്തകൾ പലരുടെ മനസ്സിലും വരുന്നു. അൻസാരികളുടെ നേതാവായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലും അത്തരമൊരു ചിന്ത വരുന്നു. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട്, നിങ്ങൾ മര്യാദക്ക് നാട് വിടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ തടി കേടാവും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനോട് മിസ്അബ് റളിയല്ലാഹു അൻഹു അക്ഷോഭ്യനായി പറഞ്ഞു, ഞാൻ നാട് വിടണോ, എന്നെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യണോ എന്നതൊക്കെ നമുക്ക് ആലോചിക്കാം. അതിനു മുമ്പ് ഞാൻ എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടുകൂടെ, എന്നാ വേഗം പറയൂ എന്ന് പറഞ്ഞു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ബ്രീഫായി വിശുദ്ധ ഇസ്ലാമിന്റെ സുതാര്യതയും ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണെന്ന വസ്തുതയും ഇത് ഉൾക്കൊള്ളാതെ അനന്തമായ പാരത്രിക ജീവിതത്തിന് വിജയം സുനിശ്ചിതമാവില്ലെന്നുമുള്ള ആ മഹിതമായ സന്ദേശം ബഹുമാനപ്പെട്ട മിസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഈ സന്ദേശം കേട്ടപ്പോൾ, ഇതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുമുണ്ടെന്ന് പറഞ്ഞ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മിസ്അബ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാം വിശ്വസിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം വിശ്വസിച്ചപ്പോൾ പിന്നീട് അദ്ദേഹം ചെയ്തത്, നേരെ തന്റെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി അവരുടെ ലീഡർ എന്ന നിലക്ക്, ഇനി നിങ്ങളുടെ ലീഡർഷിപ്പ് പദവിയിൽ ഞാൻ ഇരിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ രാജവീതിയിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് പ്രഖ്യാപിക്കുകയും ഒറ്റ രാത്രി കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് വിശുദ്ധ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാനുള്ള
അവസരമൊരുക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അർശ് കിടുകിടാ വിറച്ചു എന്ന് ഹദീസിലുണ്ട്. 70,000 മലക്കുകൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കാൻ ഭൂമിയിലേക്ക് അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷത്തോടുകൂടെ മദീനയുടെ എല്ലാ വീട്ടിലും ഇസ്ലാം എത്തുന്ന സാഹചര്യമുണ്ടായി. 3-ാമത്തെ വർഷം ഹജ്ജിന്റെ സമയത്ത് 80-ലധികം വിശ്വാസികളായിക്കൊണ്ട് ഹജ്ജിന് വരുന്നത്. അവിശ്വാസികളും കൂട്ടത്തിലുണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ച് ഹജ്ജിന് വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ജംറത്തുൽ അഖബയുടെ സമീപത്ത് വെച്ച് അവർ രാത്രിയിൽ വളരെ സ്വകാര്യമായി സംഭാഷണം നടത്തി. ആ സംഭാഷണത്തിൽ അവർ മദീനയിൽ നിന്ന് വന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടാളികളെയും മദീനയിലേക്ക് ക്ഷണിച്ചു. മദീനയിലേക്ക് ക്ഷണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ക്ഷണം സ്വീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സംസാരങ്ങളുമൊക്കെ നടന്നു. ആ സംസാരത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുമോ അതേപോലെ തങ്ങൾക്കാരെങ്കിലും ഭീഷണിയായാൽ അവരെ ഞങ്ങൾ പ്രതിരോധിക്കും. അതുകൊണ്ട് തങ്ങളൊന്നുകൊണ്ടും വിഷമിക്കണ്ട, തങ്ങളും വിശ്വാസികളും വരണമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് മദീനയിലേക്ക് ഈ ഹജ്ജിന് ശേഷം മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി. മദീനയിലേക്ക് ഓരോ മുസ്ലിമീങ്ങൾ ഇങ്ങനെ പോകുന്നു. ഓരോ ദിവസം രാവിലെ ആവുമ്പോൾ ഒരുത്തനെ കാണാനുണ്ടാവില്ല, ഒരു സഹാബിനെ കാണാനുണ്ടാവില്ല, അല്ലെങ്കിൽ 2 ആളെ കാണാനുണ്ടാവില്ല, ആളുകൾ മിസ്സിംഗ് ആണ്. ഇങ്ങനെ പോയി ഏറെക്കുറെ പരസ്യമായി വിശ്വാസം പ്രഖ്യാപിച്ചവര് ഏറെക്കുറെ മദീനയിലെത്തി. ആദ്യം തന്നെ പോകാൻ സമ്മതം ചോദിച്ച കൂട്ടത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് പോകാൻ സമയമായില്ല എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്തിയതായിരുന്നു. അങ്ങനെ എല്ലാവരും ഒറ്റക്കൊറ്റക്കും അതേപോലെ തന്നെ വളരെ രഹസ്യമായും വെറും കൈയോടെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി മദീനയിലേക്ക് പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമാണ് പരസ്യമായി പോകുന്ന സമയത്ത് കഅബ തവാഫ് ചെയ്ത് ദാറുൻ നദ്വത്ത് എന്ന് പറയുന്ന മുശ്രിക്കുകളുടെ ഓഫീസിന് നേരെ തിരിഞ്ഞു നിന്ന് ഇതാ ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, തടയാൻ ചങ്കൂറ്റമുള്ളവരുണ്ടെങ്കിൽ ഹറമിന്റെ പുറത്ത് തൻഈമിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവര് എന്തിനും തീരുമാനിച്ചുറച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനെ നേരിടാൻ അവർ പോയില്ല. അങ്ങനെ മദീനയിലേക്ക് ഏറെക്കുറെ സഹാബികളൊക്കെ എത്തി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമാണ് വിശ്വാസം പ്രഖ്യാപിച്ച പുരുഷന്മാരുടെ കൂട്ടത്തിൽ പരസ്യമായിട്ട് വിശ്വാസം പ്രഖ്യാപിച്ചവരിവിടെയുള്ളത്. സ്വകാര്യമായി വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്ന ചിലരൊക്കെ അവിടെ ഉണ്ടെങ്കിലും അത് പക്ഷെ ഖുറൈശികൾക്ക് അറിയില്ലല്ലോ. ഇവരേറെക്കുറെ മദീനയിലെത്തിയപ്പോൾ ഖുറൈശികൾക്ക് ബേജാറ് തുടങ്ങി. അവർ തീരുമാനിച്ചു, ഈ പോക്ക് പോയാൽ പതുക്കെ മുഹമ്മദ് നബിയും സിദ്ദീഖും കൂടെ അങ്ങോട്ട് പോകും, മദീനയിലേക്ക് പോകും. അങ്ങനെ മദീനയിലേക്ക് അവർ പോയാൽ മദീനയിലുള്ള വിശ്വാസികളും മക്കയിൽ നിന്നെത്തിയവരും ചേർന്ന് ഒരു നല്ല ടീമായി മാറും. ആ ടീം നമ്മളെ പ്രതിരോധിക്കാൻ ഇറങ്ങിയാൽ, നമ്മളെ ആക്രമിക്കാൻ ഇറങ്ങിയാൽ നമ്മൾ കുറച്ച് വേർക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്താൻ പാടില്ല. അതിനെന്തു ചെയ്യണം എന്ന് ആലോചിക്കാൻ വേണ്ടി അവർ ഒരു മീറ്റിംഗ് കൂടുകയാണ് ദാറുൻ നദ്വത്തിൽ. ഖുറൈശികളിലെ എല്ലാ കബീലയിലെയും പ്രധാനപ്പെട്ട ലീഡേഴ്സ് മുഴുവനും ഒരുമിച്ചുകൂടി ആ മീറ്റിംഗ് കൂടുമ്പോൾ നജിദിൽ നിന്നുള്ള ഒരു ഷെയ്ഖിന്റെ രൂപത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആ മീറ്റിംഗിൽ സംബന്ധിക്കാൻ അനുവാദം ചോദിച്ചു. നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ അപാകതകളില്ലാതെ നടപ്പാക്കാൻ വേണ്ടി എന്റെ അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവിടെ പറഞ്ഞു. അങ്ങനെ ഇബ്ലീസിനും സദസ്സിലേക്ക് അനുവാദം കിട്ടി. എല്ലാവരും കൂടെ കൂടി യോഗം തുടങ്ങി. യോഗം തുടങ്ങിയപ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ട് അദ്ദേഹം പറയുന്നു, എന്ത്, നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തു ചെയ്യാം, വീട്ടുതടങ്കലിലാക്കാം. വീട്ടുതടങ്കലിലാക്കിയിട്ട് മുഹമ്മദ് നബിയെ നമുക്ക് അങ്ങനെ കൊല്ലാക്കൊല ചെയ്യാം. പതുക്കെ എന്തായിക്കോളും, പതുക്കെ മുഹമ്മദ് നബി മരിച്ചോളും. അപ്പൊ അതുവരെ മുമ്പ് നമ്മൾ ചില നാബിഗത്ത് അതേപോലെ സുഹൈർ തുടങ്ങിയിട്ടുള്ള ചില കവികളൊക്കെ അவ்விധത്തിൽ കൊല ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ നമുക്ക് മുഹമ്മദ് നബിയെ കൊല ചെയ്യാം, വീട്ടുതടങ്കലിലാക്കാമെന്ന് അഭിപ്രായം പറഞ്ഞു. അബുൽ ബഖ്തരി എന്ന് പറയുന്ന ആളാണ് അഭിപ്രായം പറഞ്ഞത്. ഉടനെ ചാടി എണീറ്റു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഒരിക്കലും നിങ്ങൾ ഈ അഭിപ്രായം നടപ്പാക്കരുത്, കാരണം ഇതിന് ചില കുഴപ്പങ്ങളുണ്ട്. എന്താ കുഴപ്പം? ഒന്നാമത്തത്, ഇവരിങ്ങനെ വീട്ടുതടങ്കലിലാണ് എന്ന വിവരം അറിഞ്ഞാൽ മുഹമ്മദ് നബിയുടെ വേണ്ടപ്പെട്ടവരും കുടുംബക്കാരും ഒക്കെ എന്ത് ചെയ്യും, അവരൊരു ഗ്യാങ്ങായി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കും. അപ്പൊ ഇപ്പോഴുള്ള ശത്രുതയിൽ നിന്ന് പോലും പലരും മാറുന്ന അവസ്ഥയുണ്ടാകും. അതിന്റെ പുറമെ നിങ്ങൾ വീട്ടുതടങ്കലിലാക്കിയാൽ
മുഹമ്മദ് നബിയുടെ പടച്ചവൻ മുഹമ്മദ് നബിയെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ട ഏർപ്പാടുണ്ടാക്കും. അതുകൊണ്ട് അത് നല്ല ബുദ്ധിയല്ല എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് അഭിപ്രായം വരുന്നത്, എന്നാ പിന്നെ നമുക്ക് മറ്റേതെങ്കിലും നാട്ടിലേക്ക് നാട് കടത്താമെന്നാണ്. ആ നാട് കടത്താമെന്ന അഭിപ്രായം പറയുന്നത് ഹിശാം ഇബ്നു അംർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം അഭിപ്രായം പറഞ്ഞു നമുക്ക് മറ്റു നാട്ടിലേക്ക് നാട് കടത്താം. ഇബ്ലീസ് ഉടനെ ചാടിയടിച്ച് പറഞ്ഞു ഒരിക്കലും ഈ അഭിപ്രായം ശരിയല്ല. എന്തുകൊണ്ട്? മറ്റു നാട്ടിലേക്ക് നാട് കടത്തിയാൽ രണ്ടപകടമുണ്ട്. ഒന്ന്, മദീനത്തേക്ക് മുഹമ്മദ് നബി പോകാതിരിക്കാനല്ലേ ഇപ്പൊ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. ആ നാട്ടിൽ നിന്ന് മദീനത്തേക്ക് പോയിക്കൂടെ പ്രയാസമല്ലാതെ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് നാട് കടത്തിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ചാതുര്യം നിങ്ങൾക്കറിയില്ലേ? സംസാര വൈഭവം നിങ്ങൾക്കറിയില്ലേ? ആളുകളെ ആകർഷിക്കാനുള്ള കഴിവിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അവിടെയുള്ള ജനങ്ങളെ മുഹമ്മദ് നബി പരിചയപ്പെടുത്തും, ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. അങ്ങനെ അവിടെയുള്ള സമൂഹത്തെയും കൂട്ടി നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് വേദിയൊരുക്കും. അതുകൊണ്ട് അത് ബുദ്ധിയല്ല, ആ പണിക്ക് നിൽക്കണ്ട എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു. ഇപ്പോഴാണ് അബൂജഹൽ എഴുന്നേറ്റിട്ട് പറയുന്നത്, എന്നാ പിന്നെ ഞാൻ പറയാം എന്താണ് അഭിപ്രായം. എല്ലാ കബീലയിലെയും ചെറുപ്പക്കാരായ ചുറുചുറുക്കുള്ള ആളുകളെ ആയുധം നൽകി ഊരിപ്പിടിച്ച വാള് നൽകി നമുക്ക് മുഹമ്മദ് നബിയുടെ വീട് വളയാൻ ഏർപ്പാടാക്കാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒന്നിച്ചു വെട്ടുക എല്ലാവരും കൂടെ വെട്ടുമ്പോൾ ആരെ വെട്ടുകൊണ്ടാണ് മരിച്ചതെന്ന് അറിയാൻ സാധിക്കില്ല. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ നമുക്ക് ബ്ലഡ് മണി കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കേണ്ടി വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഓരിയിട്ടുകൊണ്ട് പങ്ക് ചെയ്തുകൊണ്ട് ആ മണി നമുക്ക് കൊടുക്കാം, ആ പൈസ നമുക്ക് കൊടുക്കാം. അതേസമയത്ത് നമ്മളോട് തിരിച്ച് യുദ്ധം ചെയ്യാനോ നമ്മളെ പ്രതിക്കൊല ചെയ്യാനോ ഉള്ള സംവിധാനം ഖുറൈശികൾക്കുണ്ടാവില്ല എന്ന് അബൂജഹൽ പറഞ്ഞു. ഉടനെ ഇബ്ലീസ് ചാടിയടിച്ച് പറഞ്ഞു, ഇതാണ് അഭിപ്രായം, ഇതാണ് നടപ്പാക്കേണ്ടത് എന്ന്. അങ്ങനെ അന്നു രാത്രി അവർ വീട് വളയുകയാണ്. ആ വീട് വളയാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തതിന്റെ ഗൂഢാലോചനാ സദസ്സിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറയുന്നത്, വൈദ് യംകുറു ബിക്കല്ലദീന കഫറു, സത്യനിഷേധികൾ നബിയെ തങ്ങളെ സംബന്ധിച്ച് ഗൂഢാലോചന നടത്തിയ കുതന്ത്രങ്ങൾ പ്രയോഗിച്ച സമയം. എന്താണ് കുതന്ത്രം പ്രയോഗിച്ചിട്ട് അവർ പറയുന്നത്? ലിയുസ്ബിതൂക, തങ്ങൾ അവർ വീട്ടുതടങ്കലിലാക്കാൻ, സ്ഥിരപ്പെടുത്താറിനെ വീട്ടുതടങ്കലിലാക്കാൻ ഉദ്ദേശിച്ചു. ഔ യഖ്തുലൂക, അല്ലെങ്കിൽ കൊന്നുകളയാൻ ഉദ്ദേശിച്ചു. ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ, മക്കത്തുനിന്ന് പുറത്താക്കാൻ ഉദ്ദേശിച്ചു. അതിനുവേണ്ടി അവർ കുതന്ത്രങ്ങൾ മെനഞ്ഞു. ആ കുതന്ത്രങ്ങൾ മെനഞ്ഞ സന്ദർഭം തങ്ങൾ ഓർക്കുക. ബഹുമാനപ്പെട്ട ചരിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവർ വീട് വളഞ്ഞു. ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നു, നബി സല്ലല്ലാഹു തങ്ങളോട് പറഞ്ഞു, തങ്ങൾ ഇന്ന് വീട്ടിൽ കിടക്കണ്ട. അലി റളിയല്ലാഹു അൻഹു അന്ന് കുട്ടിയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് വിരിപ്പിൽ കിടത്താൻ നബി സല്ലല്ലാഹു തങ്ങളോട് നിർദ്ദേശിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കിടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പുറത്തിറങ്ങി ഒരു പിടി മണ്ണ് വാരി ആ കാത്തു നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് സൂറത്തു യാസീനിന്റെ ആദ്യ ഭാഗം മുതൽ പാരായണം ചെയ്ത് ഫഹും ലാ യുബ്സിറൂൻ വരെ ഓതിയിട്ട് നബി തങ്ങൾ ആ മണ്ണ് അവരുടെ നേരെ ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മണ്ണ് അവരുടെ നേരെ എറിഞ്ഞു. എല്ലാവരുടെയും കണ്ണിൽ മണ്ണ് വന്നു വീഴുകയും ഏതാനും നിമിഷങ്ങൾ അവർക്ക് ഉറക്കത്തിന്റെയോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു ആലസ്യത്തിൽ അവർ ഏർപ്പെടുകയും ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് സുഗമമായി പുറത്തു കിടക്കുകയും മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തുകയും രാവിലെ ആകുമ്പോൾ വിരിപ്പിൽ നിന്ന് നബി സല്ലല്ലാഹു തങ്ങൾ എഴുന്നേൽക്കുന്നതിന് പകരം അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വന്നപ്പോഴാണ് മുത്തുനബി മിസ്സിംഗ് ആണെന്ന യാഥാർത്ഥ്യം ഖുറൈശികൾ അറിയുന്നത്. അതോടുകൂടെ റസൂലുള്ളാഹി നാടുവിട്ടു എന്ന് അവർക്ക് മനസ്സിലായി. ഒരു കാരണവശാലും മദീനയിൽ എത്താൻ പാടില്ല. അതുകൊണ്ട് നാട് മുഴുവനും അരിച്ചുപെറുക്കി തരയണം. ആരെങ്കിലും മുഹമ്മദ് നബിയെ ജീവനോടെയോ അല്ലെങ്കിൽ ജീവനില്ലാതെ തലയറുത്തോ കൊണ്ടുവന്നാൽ 100 ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ചു അബൂജഹൽ പ്രഭൃതികൾ. അങ്ങനെ സമ്മാനം പ്രഖ്യാപിച്ച് നാടുനീളെ എല്ലായിടത്തും ശത്രുക്കൾ തെരച്ചിൽ ആരംഭിച്ചു. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ രാത്രിയിൽ തന്നെ പുറപ്പെട്ട് ആ സൗർ മലയുടെ മുകളിലുള്ള ഗുഹയിൽ അഭയം തേടി. ആ ഗുഹയ്ക്കുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഇരിക്കുമ്പോൾ അവിടെയും അന്വേഷിച്ചുകൊണ്ട് ശത്രുക്കൾ എത്തിയെങ്കിലും അല്ലാഹു തആല നബി തങ്ങളെ സംരക്ഷിച്ചു. അഥവാ ആ ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കാൻ ശത്രുക്കൾക്ക് തോന്നിയില്ല, അഥവാ അല്ലാഹു തോന്നിച്ചില്ല. തൊട്ടപ്പുറത്ത് ആ ഗുഹയുടെ പുറത്ത് മാടപ്രാവ് മുട്ടയിട്ട് കിടക്കുന്നതും മുട്ടയിട്ട് അടയിരിക്കുന്നതും അതേപോലെ തന്നെ 8 കാലി വലകെട്ടിയതുമൊക്കെ കണ്ടപ്പോ ഇവിടേക്കൊന്നും അടുത്ത സമയത്തൊന്നും ആരും വന്നില്ല എന്ന കണക്കുകൂട്ടലിൽ അകത്തേക്ക് നോക്കാതെ ഇറങ്ങിപ്പോവുകയായിരുന്നു ആ അന്വേഷണത്തിന് വന്നവർ ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നബിതങ്ങളും സിദ്ദീഖ് തങ്ങളും 3 ദിവസം അവിടെ കഴിച്ചുകൂട്ടുകയും പിന്നീട് മദീനയിലേക്ക് യാത്ര പോവുകയും ചെയ്തു. ഇതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, വയംകുറൂന
അവർ കുതന്ത്രങ്ങൾ മെനയുന്നു. വയംകുറുല്ലാഹ്, അവർക്ക് തിരിച്ചുള്ള പണി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു. തങ്ങളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത് അതിനാവശ്യമായിട്ടുള്ള തന്ത്രങ്ങൾ അല്ലാഹു തആല നടപ്പാക്കുകയും ചെയ്യുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. ചതി പ്രയോഗിക്കുന്ന ആളുകളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് നന്നായി അറിയുന്നവനാണ് അല്ലാഹു തആല എന്ന്. ഇതാണ് ഈ സൂക്തത്തിന്റെ മുത്തുനബിക്ക് അല്ലാഹു തആല നൽകിയ വലിയ അനുഗ്രഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഈ സൂക്തത്തിൽ അല്ലാഹു വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.